മഹാരാഷ്ട്രയിലെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച സുന്ദരിയായ പെൺകുട്ടിയാണ് ഖുശ്ബു. ചിന്നത്തമ്പി എന്ന സിനിമയിൽ പ്രഭുവിൻ്റെ നായികയായി അഭിനയിച്ചതോടുകൂടി ഖുശ്ബു തമിഴ്നാട്ടുകാരുടെ പ്രിയ താരമായി മാറി. തമിഴ്നാടിൻ്റെ പല ഭാഗത്തു നിന്നും നൂറുകണക്കിന് ആരാധകരാണ് ദിവസവും ഖുശ്ബുവിനെ കാണാനായി ചെന്നൈയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഖുശ്ബുവിൻ്റെ വീടിന് മുൻപിൽ എപ്പോഴും ജനക്കൂട്ടം ഉണ്ടാകും. ചെറുപ്പക്കാർ അവരുടെ രക്തം കൊണ്ട് ഖുശ്ബുവിന് കത്തെഴുതി. ചരിത്രത്തിൽ ആർക്കും ലഭിക്കാത്ത ഭ്രാന്തമായ ആരാധനയാണ് ഖുശ്ബുവിന് ലഭിച്ചത്. അവരെ ദേവതയാക്കി ആരാധകർ അമ്പലം പോലും പണിതു. അമ്പലം മാത്രമല്ല, ഖുശ്ബുവിൻ്റെ പേരിൽ ആദ്യമായി ഭക്ഷണം വിപണിയിലെത്തിച്ചു. അത് വൻ വിജയമായിരുന്നു. കൂടാതെ ഖുശ്ബുവിൻ്റെ പേരിൽ ആഭരണങ്ങളും സാരികളും വിപണിയിലെത്തിച്ചു. അക്കാലത്ത് പ്രഭുവുമായുള്ള പ്രണയബന്ധം വലിയ ചർച്ചയായി മാറി. അവരുടെ പ്രണയവാർത്ത തമിഴ് പത്രങ്ങൾ അച്ചടിച്ച് ആഘോഷമാക്കി. ഈ ബന്ധം പ്രഭുവിൻ്റെ പിതാവ് ശിവാജി ഗണേശനും കുടുംബത്തിനെയും അസ്വസ്ഥമാക്കി. ഒടുവിൽ പ്രഭു ഖുശ്ബുവുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറി. പിന്നീട് ജയറാം നായകനായ സുന്ദർ സി സംവിധാനം ചെയ്ത മുറൈ മാമൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ഖുശ്ബു സുന്ദർ സിയുമായി പ്രണയത്തിലായി. 5 വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിൽ അവർ വിവാഹം കഴിച്ചു. ഇതിനിടയിൽ ഖുശ്ബു രാഷ്ട്രീയത്തിലും പ്രവേശിച്ചു. തനിക്ക് ശരി എന്ന് തോന്നുന്നത് അപ്പോൾ തന്നെ വിളിച്ചു പറയുന്ന സ്വഭാവമായിരുന്നു ഖുശ്ബുവിൻ്റേത്. അത് മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ചിന്തിക്കാറില്ല. ആ സമയത്ത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഖുശ്ബു അതുവരെ ഉണ്ടാക്കി വെച്ച സൽപ്പേര് സ്വയം നശിപ്പിച്ചു. പെൺകുട്ടികൾ വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല എന്ന് ഖുശ്ബു പറഞ്ഞു. ഇത് തമിഴ്നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതോടെ സ്ത്രീകൾ പ്രതിഷേധിച്ചു. തലമുറകളെ വഴിതെറ്റിക്കാൻ വന്നവൾ എന്നുവരെ അവർ വിമർശിച്ചു. ആരാധനയോടെ ഖുശ്ബുവിന് അമ്പലം പണിതവർ ചൂൽക്കെട്ടുകളുമായി പ്രതിഷേധിച്ചു. ഖുശ്ബുവിനെതിരെ 22 കേസുകളുണ്ടായി. ഒടുവിൽ അവർ കോടതിയിൽ കീഴടങ്ങി. ഇതോടുകൂടി ഖുശ്ബു ദേവതയായിട്ടുള്ള അവരുടെ പേരിലുള്ള എല്ലാ അമ്പലങ്ങളും തച്ചുടച്ച് കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ ഒരുക്കി. ഇതോടുകൂടി GPS മീഡിയയ്ക്ക് ഒരു കാര്യം വ്യക്തമായി: മാതൃകാപരമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വീട്ടുവിചാരമില്ലാതെ സ്ഥാനത്തും അസ്ഥാനത്തും കയറി അഭിപ്രായങ്ങൾ പറയരുതെന്ന്. കാലത്തിൻ്റെ ഓരോരോ മായാവിലാസങ്ങൾ എന്നേ പറയേണ്ടൂ. ഖുശ്ബു ഇന്നും രാഷ്ട്രീയത്തിലും സിനിമയിലും സജീവമായി നിലകൊള്ളുന്നു.